ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചായക്കടയിലെ ചില്ലുകൂട്ടിലെ താരമായ വെട്ടുകേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ വളരെ കുറച്ച് അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 1 കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത്. 250 ml ഒരു കപ്പ് മൈദ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. റവയൊന്നും ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പം ഈ എണ്ണ ചേർത്ത് കുഴയ്ക്കുമ്പോൾ നമ്മൾ പിരിപിരാന്നിരിക്കും. വറുത്ത് കഴിയുമ്പോൾ ഒരു തരിതരിപ്പ് കാണത്തില്ല കേക്കിൽ. പിന്നെ ഞാനിവിടെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല. കാരണം വറുത്ത് കഴിയുമ്പം ആ ബേക്കിംഗ് സോഡയുടെ ഒരു സ്മെല്ലിങ്ങനെ നിൽക്കും. അതെനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നന്നായിട്ട് കുഴച്ചിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം ഇത്രയും വേണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താലും മതി. ഞാൻ ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് ആ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. കാരണം ആ പഞ്ചസാര നന്നായിട്ട് മുട്ടയിൽ അലിഞ്ഞു ചേർത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി പൊടി ഇട്ട് കൊടുക്കാം. പൊടി കുറച്ച് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടിത് മാവ് കുഴച്ചെടുക്കണം. സ്പൂൺ കൊണ്ടെല്ലാം മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. കയ്യിൽ നമ്മൾ മാവ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ചെറുതായിട്ട് എണ്ണ കയ്യിൽ തൂത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് മറന്നുപോയ സംഭവമാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മാവ് ഇവിടെ കുറച്ച് ലൂസ് ആയതുകൊണ്ട് കുറച്ച് പൊടിയും കൂടി ഇട്ടാണ് ഞാൻ കുഴയ്ക്കുന്നത്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പൊടി ഇട്ട് കൊടുത്ത് അത് നല്ല മുറിയ പരുവത്തിലാക്കരുത്. കുറച്ചൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്കിതെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. എന്നാലും പാത്രത്തിലൊക്കെ ചെറുതായിട്ട് ഇട്ടു, എന്നാലും കുഴപ്പമില്ലെങ്കിൽ പൊടിയൊന്നും ഇട്ട് കൊടുക്കരുത്. ഇനി 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവൊന്ന് സോഫ്റ്റ് ആകണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഇവിടെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം മാവ് പാത്രത്തിലോ കയ്യിലോ ഒട്ടിപ്പിടിക്കുന്നില്ല. ആ ഒരു പരുവത്തിലാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിത് കുഴച്ചിട്ട് ഒരു സിലിണ്ടർ പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് ഇത് കട്ട് ചെയ്യാനാണ്. ഇതിപ്പോൾ 2 ആക്കിയിട്ട് അത് ഉരുട്ടി ഒരു നീളത്തിലുള്ള പരുവത്തിലാക്കി ഒരേ വലിപ്പത്തിൽ നീളത്തിലാക്കണേ. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരേ കനത്തിൽ ഇതേ നീളത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ചെറിയ കേക്ക് വേണ്ടവർക്ക് ചെറിയ വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. കട്ടാക്കിയതിന് ശേഷം ഓരോന്ന് സെപ്പറേറ്റ് ആക്കുക. സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്കിത് വെട്ടിട്ട് കൊടുക്കണം. ഇതിന് വെട്ടുള്ളത് കൊണ്ടാണല്ലോ വെട്ടുകേക്ക് എന്നുള്ള പേര് വന്നത്. ഇനി ഓരോന്നിനും വെട്ടിട്ട് കൊടുക്കാം. ഓരോ പീസിനും വെട്ടിട്ട് കൊടുത്തതിന് ശേഷം കത്തി ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ വെട്ടി വീഴത്തില്ല. ഓരോ പീസിന് വെട്ടിട്ട് കൊടുത്തതിന് ശേഷം കത്തി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം അടുത്ത പീസിന് വെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി. ഈ രീതിയിൽ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആഴത്തിൽ മുറിക്കരുത്, കാരണം കേക്ക് പിന്നെ 2 ആയിപ്പോവും. അതുകൊണ്ട് ഒരു പകുതി എത്തുന്ന രീതിയിൽ കത്തി ഇറക്കിയാൽ മതി. ഇനി വറുക്കാൻ ആവശ്യമായ ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒരുപാടങ്ങ് ചൂടാവുന്നതിന് മുമ്പ് വേണം നമുക്ക് കേക്ക് ഇട്ട് കൊടുക്കാൻ. എണ്ണ വെട്ടിത്തിളക്കുന്ന സമയത്താണ് നമ്മളിത് കേക്ക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കേക്ക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലും അതുപോലെ എണ്ണ ചെറിയ ചൂടിലും വേണം കേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഇത് വറുക്കാനിട്ടിട്ട് വേറെ പണിക്ക് പോകരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് വേണം ഇത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്കിൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ മറുഭാഗം കൂടെ മറിച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കഴിവതും ഈ ഇരുമ്പ് പാത്രം ഉപയോഗിക്കാതിരിക്കാൻ നോക്കണം. കാരണം ചൂട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. സാധാരണ നമുക്ക് കടായിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തും ഓണാക്കിയും അങ്ങനെ ഒരു പരുവത്തിലാണ് ഞാനിത് വറുത്തെടുത്തത്. ഈ ചട്ടി ആയതുകൊണ്ട് കേക്ക് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മാറ്റിയ ശേഷം നമുക്ക് ഇനി അടുത്തത് വറുക്കാനിടാം. ഈ ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കേക്ക് ഇട്ട് കൊടുക്കുന്നത് വറുക്കാൻ വേണ്ടി. അപ്പോൾ കഴിവതും ഇരുമ്പ് ചട്ടി ഉപയോഗിക്കാതിരിക്കുക.
അപ്പോൾ എല്ലാ കേക്കുകളും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്